The network of figure 7.36, the switch is closed for a long time and at t equal to 0, switch is opened. Determine the current through the capacitor. For a long time duration, switch is closed എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് t0 ആവുന്നതും t0യിൽ ഇത് സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ t<0 switch was closed. Okay, let's draw the circuit for that. Switch close ആയിരിക്കുമ്പോൾ 2 ampere പോകുന്നു, ഇത് സ്വിച്ച് ക്ലോസ്ഡ് ആണ്. പിന്നെ ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ, another resistor. Okay, and it is given that it is closed, which is closed for a long time. So obviously the capacitor will be charged by this 2 ampere current source. അല്ലേ, അപ്പോൾ അതെന്തായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കപ്പാസിറ്ററിന് സ്റ്റഡി സ്റ്റേറ്റിന് ഓപ്പൺ ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇതുവരെ ക്ലിയർ അല്ലേ? ഈ വോൾട്ടേജ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഇതിലിടയിലുള്ള വോൾട്ടേജ് VC ഓൾഡ് വോൾട്ടേജ് ഞാൻ ഉദ്ദേശിച്ചത് പ്രീവിയസ്ലി, അതായത് t=0 ആണ് പ്രസന്റ് കണ്ടീഷൻ, ആ സമയത്ത് കറണ്ടാണ് അറിയേണ്ടത്. അപ്പോൾ പ്രീവിയസ് സ്റ്റേജിലുള്ള വോൾട്ടേജ് വി നീഡ് ടു ഗെറ്റ് ദിസ് ഡ്യൂറിങ് അവർ S domain circuit analysis. Okay, so we need to get this value. Now, what is the voltage across this open terminals? Or എത്രമാത്രം ചാർജ് ആയിട്ടുണ്ട് ഈ കപ്പാസിറ്ററിൽ? See, ഈ ടെർമിനൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ it is coming over, this point is actually the same point as that of this അല്ലേ, കാരണം ഒരു വയർ ഇട്ട് വലിച്ചു നീട്ടിയിരിക്കുകയല്ലേ. ഈ പോയിന്റ് ഇവിടെയൊക്കെ ലൈൻസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ വരും, ഈ പോയിന്റ് വരും. പിന്നെ റെസിസ്റ്റർ, സിൻസ് ഇറ്റ് ഇസ് ഓപ്പൺ സർക്യൂട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ കീപ്പിംഗ് ദിസ് റെസിസ്റ്റർ എനി ഫർദർ അല്ലേ. ഇത് ജസ്റ്റ് കാരണം കറണ്ട് ഇല്ലല്ലോ, കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ റെസിസ്റ്റർ വരയ്ക്കുന്നത്? ഞാൻ റെസിസ്റ്റർ മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആയ കറണ്ട് ഫ്ലോ ഇല്ലല്ലോ, റെസിസ്റ്റർ മാറ്റിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടെർമിനൽ കണക്ട് ചെയ്ത് ഇവിടെ ഈ ടെർമിനൽ, രണ്ട് ടെർമിനലും സെയിം ആണ്. സോ പൊട്ടൻഷ്യൽ രണ്ട് ടെർമിനലിലെ പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് is going to be എത്ര? 0 വോൾട്ട്. ക്ലിയർ ആയോ? കാരണം അത് സ്വിച്ച് ക്ലോസ് ആയപ്പോൾ ഈ ടെർമിനൽ സെയിം. ക്ലിയർ ആണോ? ഇനി നമുക്ക് സ്വിച്ച് ഓപ്പൺ ആവുമ്പോൾ എന്താ സംഭവം, അതായത് ടൈം t=0 സ്വിച്ച് ഈസ് നൗ ഓപ്പൺഡ് അല്ലേ. ഓപ്പൺ ആവുമ്പോൾ സർക്യൂട്ട് ഈ ബ്രാഞ്ച് വരയ്ക്കണ്ട, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇനി ഓപ്പൺ ആക്കണ്ട കേട്ടോ, അത് നമ്മൾ എസ് ഡൊമൈനിൽ അതൊക്കെ കൺസിഡർ ചെയ്യുക. ഈ ഓപ്പൺ ഇവിടെ വോൾട്ടേജ് ഉണ്ട് എന്നൊക്കെ. ഇപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ സർക്യൂട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദിസ് is 0.5 farad, 1 ohm. Here also it is 1 ohm, 2 ampere. Now next stage is to get the S domain circuit. So S domain circuit heading കൊടുക്കുക. ഇവിടെ സോഴ്സ് ആണ്. സോഴ്സ് പറയുമ്പോൾ 2/S തന്നെയാണ് കേട്ടോ, 2/S തന്നെയാണ്. ഇപ്പോൾ വോൾട്ടേജിന് V/S എഴുതില്ലേ, അതുപോലെ കറണ്ട് എത്രയാണോ അതിനെ by/S ചെയ്യുക. ബിക്കോസ് അത് ലാപ്ലാസ് എടുക്കുമ്പോൾ 2 എന്നൊരു ഇതൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ലേ. 2 ampere current is constantly giving out by the source. So this is a constant value. So Laplace of a constant is that constant divided by S. adile padichadu Laplace of 1 is 1/S. Constant K is K/S. So this is a constant supply. So it is 2/S. അതുകൊണ്ടാണ് 2/S. നേരത്തെ ഒരു 100 നിങ്ങൾ ചോദിച്ചില്ലേ, 100 volt അത് കോൺസ്റ്റന്റ് ആയത് കാരണമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ കപ്പാസിറ്ററിന് ഞാൻ
ഒരു വോൾട്ടേജ് സോഴ്സ് വെക്കണം. ഇത് വേരിയിങ് ആണ്, ഡിപ്പെൻസ് ഓൺ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സ്റ്റേറ്റ്. അല്ല, ഇത് വേരിയിങ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ബയസ് ഒന്നും കൊടുക്കാതെ കേട്ടോ. ഇവിടെ എങ്ങനെ വരിക പൊളാരിറ്റി? കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് കറണ്ട് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഷുഡ് എൻ്റർ ദ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് ദ വോൾട്ടേജ്. ഓക്കെ, എപ്പോഴും കപ്പാസിറ്റർ വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ്, ഫസ്റ്റ് ഇസ് ദ പോസിറ്റീവ് പൊളാരിറ്റി ആൻഡ് ഇവിടുത്തെ വാല്യൂ ഇസ് വി വോൾട്ട് ബൈ എസ് അല്ലേ? അപ്പോൾ വി വോൾട്ട് 0 ആണ്. 0 അല്ലേ? 0 വോൾട്ട് ആണ്. 0 വോൾട്ട് ബൈ എസ് 0 തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് റെസിസ്റ്റർ തന്നെയായിട്ട് കിടക്കും 1 ohm. ഓക്കെ, അപ്പോൾ there is no point in keeping this voltage source. ഓക്കെ, അപ്പോൾ അഗെയിൻ ഞാനിതിനെ ചുരുക്കുമ്പോൾ ഇതെന്താവും? 0.5നെ എസ് ഡൊമെയിനിലാക്കിയില്ലല്ലോ, 1/0.5 s. ഓക്കെ, ആൻഡ് 1 ohm 2/s, 1/0.5 is 2 അല്ലേ? 2/s അല്ലേ? 1/1/2 that is 2 വരും. 2/s വന്നു, പിന്നെ ഇവിടെ 1 ohm. ഓക്കെ, so this is the reduced S domain circuit. Clear? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിറ്റർമൈൻ ദ കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ. ഒരു പേര് തന്നിട്ടുണ്ട്, I1 of t കാണണം. I1 of t കാണണം. IT of t ഇപ്പുറത്തെ ഉള്ളതാണ്. ഓക്കെ, so let's get the value for I1 of t, but എസ് ഡൊമൈനിൽ എഴുതാൻ ഞാൻ ക്യാപിറ്റൽ I1 of s എന്ന് എഴുതി. എസ് ഡൊമൈനിൽ എപ്പോഴും ക്യാപിറ്റൽ വേരിയബിൾസ് ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇത് I2 of s എന്ന് തന്നിട്ടുണ്ട്, എന്തായാലും എഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് എങ്ങനെയാ കാണാൻ? ഏത് മെത്തേഡ് പോവാ? KCL പോണോ KVL പോണോ? പക്ഷെ KVL പോയാൽ ഇത് സൂപ്പർ മെഷ് ആവും. അത് അറിയില്ല അല്ലേ ജ്യോതിസിന്? KCL ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ വേരിയബിൾ കൊടുക്കാൻ പറ്റില്ല. See, we need to get the value for a current. So we go for KVL. Okay, KVL mesh analysis ആണ് ഞാൻ നോക്കാൻ പോണത്. So I draw two meshes and ഈ I1 I2 അല്ല ഞാൻ ഫോളോ ചെയ്യണം. ഞാനിപ്പോൾ ഒരു IA കൊടുക്കുക. IA of S ഉം IB of S ഉം കൊടുക്കുക. ഇതൊന്ന് see across this middle branch IA current is flowing downwards. ശരിയല്ലേ? ഇതിങ്ങനെ വട്ടം ചുറ്റി താഴോട്ടാണ് പോകുന്നത്. അതുപോലെ IB current is flowing upwards through this middle branch. So and I1 is downwards. അല്ലേ? So I1 of S is actually IA of S minus IB of S. Clear? So once we get the value for IA and IB, we get I1 value. മനസ്സിലായ? And ഇവിടുന്ന് IBS is I2S because the only current that is flowing through this third branch is I2. അത് തന്നെയാണ് IB. Okay. അപ്പോൾ I2 of S means it is the same IB of S. കേട്ടോ? ഓക്കെ, നമുക്ക് ഇവിടെ എടുക്കാം. മെഷ് 1 എടുക്കുമ്പോൾ ആക്ച്വലി മെഷ് 1 കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് IAS, അതായത് ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഈ ബ്രാഞ്ചിലൂടെ IA of S എന്ന കറണ്ടാണ് പോണത്. ഈ ബ്രാഞ്ചിലെ കറണ്ട് അല്ലേ 2/S. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് IA of S is 2/S. മനസ്സിലായ? അത് IA of S
2 by s തന്നെയാണ്. നമുക്ക് എടുക്കാൻ മെഷ് ഉള്ളത് ഇതുണ്ട്. ഇത് നല്ല ഭംഗിയിൽ മെഷ് അനാലിസിസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ KVL ഫോർ ലൂപ്പ് 2. ഓക്കെ, ലൂപ്പ് 2ൽ KVL പറയാം. സ്റ്റാർട്ടിങ് വിത്ത് 1 പോസിറ്റീവ് 1 ഇൻറ്റു IB എന്ത് വരും? 1 ഇൻറ്റു ഇതിന് അക്രോസുള്ള കറണ്ട് എത്രയാ? IB of S IB minus minus IA of S. കാരണം 1 ohm is under the influence of both the currents അല്ലേ? 1ന്റെ ഇടയിൽ കൂടെ IB കറണ്ട് മുകളിലോട്ടും IA കറണ്ട് താഴോട്ടും പോകുന്നുണ്ട്. നമ്മൾ IBനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് IB മൈനസ് IA. ഓക്കെ, നെക്സ്റ്റ് എത്ര വരും? 2 by S. പോസിറ്റീവ് 2 by S into again same IB minus IB of S minus IA of S. Okay, and the last component is the resistor 1 ohm. So avada 1 into IB of S equal to 0. Okay, അപ്പോൾ IBS 2 by S IBS. ഓക്കെ, IBS കോമൺ ആയിട്ട് എടുക്കാം. IBS എത്രയാ? 1 ഉണ്ട്, 2 by S ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. ഇനി IAS മൈനസ് IAS. അപ്പോൾ നമുക്ക് IAS കോമൺ ആയിട്ട് എടുക്കാം. -1 മൈനസ് 2 by S. ഓക്കെ, കറക്റ്റ് ആയില്ലേ? നമുക്ക് വാല്യൂ കിട്ടാത്തതൊന്നുമില്ല. IAS 2 by S ആണ് അല്ലേ? IASന് 2 by S കൊടുക്കുമ്പോൾ IB of S into 2 plus 2 by S. IA of S is 2 by S. So 2 by S into -1. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കാം. I take negative sign from this bracket outside. So it is minus IA of S, that is 2 by S. ഇവിടെ എന്ത് വരും? 1 plus 2 by S. എന്തിനാ അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ we have to shift something to the RHS, right? 2 plus 2 by S. This complete term can be taken to the right hand side now. 2 by S into ഇത് expand ചെയ്തിട്ട് ഉള്ളിൽ ഇപ്പുറത്ത് എഴുതാം. S plus 2 by S. Okay, so IB of S is equal to 2 by S into S plus 2 by S whole division. ഈ കമ്പണന്റ് ഡിനോമിനേറ്റർ വരും. അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ എഴുതാം. 2S plus 2 by S. ശരിയല്ലേ? കുറേ കാര്യങ്ങൾ വെട്ടാനുണ്ട് തോന്നുന്നു. സി, ഇത് എസ് അല്ലേ? എസ്. അപ്പോൾ ഒരു എസ് ക്യാൻ ബി ക്യാൻസൽ ഓഫ്. So it becomes 2 into S plus 2 divided by S into 2S plus 2, right? Now, in order to make this coefficient equal to 1, I take 2 outside. So it becomes S plus 1. Okay? ഇനി 2 cut ചെയ്യാം. So again എന്ത് വന്നു? ഇതെങ്ങോട്ടാ പോകുന്ന ഈ പോക്ക്? പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് എത്താൻ പോവാ. S plus 2 divided by S into S plus 1. Clear? IB of S കിട്ടി. IB of S ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ലെങ്തി ആണ് ഇത്. നമ്മുടെ മെയിൻ എയിം എന്താണ്? I1 of S കാണുക എന്നാണ്. I1 of S കാണണമെങ്കിൽ IA of S കാണണം, മൈനസ് IB of S കാണണം. അതിൽ IA of S ഓൾറെഡി ഉണ്ട്. ഇനി IBS കണ്ടാൽ മതി അല്ലേ? ആ IBS കാണാനാണ് നമുക്കിവിടെ എന്തുള്ളത്? പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തിട്ട് IBSന്റെ വാല്യൂ കിട്ടണം. ഓക്കെ, മനസ്സിലാവുണ്ടോ? IBS കിട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I1 കിട്ടും. മനസ്സിലായോ? PDF-ൽ KCLും KVLും രണ്ടും കൂടെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മെത്തേഡ് പഠിച്ച് പിന്നെ നിങ്ങൾക്ക് എക്സാം സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. കുറച്ച് ലെങ്തി ആണെങ്കിലും നിങ്ങൾ തെറ്റാണ്ട് ചെയ്യും. മനസ്സിലായ? ഒരേ പ്രൊസീജിയർ പഠിച്ച് പോയാലേ ഏത് ടൈപ്പ് പ്രോബ്ലം ചെയ്യും. കുറച്ച് ലെങ്തി ആവും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയാണെങ്കിലും
ശരിയാണ്, ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യുമ്പോൾ ഈ കുറുക്ക് വഴിയിലൂടെയൊക്കെ ആൻസർ കിട്ടും. അതിനെക്കാട്ടും നല്ലത് നമ്മൾ പ്രൊസീജിയർ പഠിക്കുകയാണെങ്കിൽ തെറ്റില്ല, അതൊരു ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ. ഇനി പറ, ഇതിന് നമുക്ക് എടുക്കാം പാർഷ്യൽ ഫ്രാക്ഷൻ s+2/s(s+1). നിങ്ങൾ ചെയ്യോ? എയും ബിയും കണ്ടേ. Multiplying with the LHS denominator. തന്നെ ചെയ്യണേ, എഴുതിയെടുക്കുന്ന സമയം തരാം കുറച്ച് കഴിഞ്ഞാൽ. s=0 ആകുമ്പോൾ 2 = a, s=(-1) ആകുമ്പോൾ 2 - 1, 1 = -b, that is b = -1. Easy. അപ്പോൾ IB of s is equal to a/s, that is 2/s minus 1/s+1. ഇത്ര എളുപ്പമായില്ലേ? സോ ഓക്കെ, IBS കിട്ടിയോ നിങ്ങൾക്ക് ചെയ്തിട്ട്? ഗുഡ്. IA of s 2/s ആണ്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so IBS is ready. IBS is ready. Now, I1 of s is equal to IA of s, that is 2/s. IA of s minus IB of s. IB of s ബ്രാക്കറ്റിൽ എഴുതിക്കോ, കാരണം രണ്ട് ടേംസ് ഉണ്ട്. ഓക്കെ, 2/s minus 2/s plus 1/s+1. I1 of s കിട്ടി. So I1 of s is equal to 1/s+1. So I1 of t ആണ് current through the capacitor, equal to e raised to -t. Clear?